കൊച്ചിൻ എയർപോർട്ടിലാണുള്ളത്. കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. കംബോഡിയയിലെ മനോഹരമായ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത്. അയൽ രാജ്യങ്ങളായ തായ്ലൻഡ്, വിയറ്റ്നാം, ലാവോസ് എന്നിവയുടെ ചരിത്രവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു കൊച്ചു രാജ്യമാണ് കംബോഡിയ. ഏത് രാജ്യത്ത് പോവുകയാണെങ്കിലും കൊച്ചിൻ എയർപോർട്ടിലെ ലോഞ്ച് ഞങ്ങളുടെ ഒരു ഫേവറേറ്റാണ്. കാരണം എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ് നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. വെറും 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വയറ് നിറച്ച് ആഹാരം 1-2 ഡ്രിങ്ക്സൊക്കെ അടിച്ചിട്ട് പോകാവുന്നതാണ് ഇവിടെ. പക്ഷേ എൻ്റെ കൂടെയുള്ളവരാരും ഡ്രിങ്ക്സൊന്നും കഴിക്കാത്തതുകൊണ്ട് ആ ഏരിയയിലേക്ക് ആരും പോകാറില്ല. ഫുഡ് എന്തായാലും അത്യാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഇവിടെ റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്. ഇവിടെയൊക്കെ നോക്കി എന്ത് മനോഹരമായ ഏരിയകളാണ്. ഇവിടെ കാല് നീട്ടി കിടക്കാം, കൈ നീട്ടി കിടക്കാം, എങ്ങനെ വേണമെങ്കിലും കിടക്കാം. അപ്പോൾ ഫ്ലൈറ്റിനൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാത്തതാണ് ഈ ഒരു ലോഞ്ചൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതിന് ശേഷം ഞങ്ങൾ നേരെ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. ഫ്ലൈറ്റ് കയറാനാണ് ഇനി ഞങ്ങൾ പോകുന്നത്. നിരനിരയായി പോകുന്ന ഫ്ലൈറ്റുകൾ പിറകിൽ കാണാം. മനോഹരമായ ഒരു നല്ലൊരു വ്യൂ തന്നെയാണ്. ഇപ്പോൾ ഉള്ളത് കോറൽ, എന്താണ് ഇതിൻ്റെ പേര്? അല്ല, കോറൽ ലോഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ട്. പ്രയോറിറ്റി പാസ് ഉള്ള ആളുകൾക്കാണ് ഈ ലോഞ്ചിൽ ആക്സസ് ഉള്ളൂ. ഇനി പൈസ കൊടുക്കുന്നവർക്കാണെങ്കിൽ $20 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ആസ്വദിക്കാം. കംബോഡിയയിൽ പോകുന്ന വഴി ഞങ്ങൾക്ക് ചെറിയൊരു കണക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബാങ്കോക്കിലാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെയാണ് ഈ കോറൽ ലോഞ്ച് ഉള്ളത്. അപ്പം എവിടെ ലോഞ്ച് കണ്ടാലും ഞങ്ങളുടെ ഒരു ശീലമാണ് അതിൽ കയറുക എന്നുള്ളത്. അപ്പോൾ ഏതാണ്ട് ഒരു 4 മണിക്കൂർ 5 മണിക്കൂറോളം ബാങ്കോക്കിൽ തന്നെ വെയിറ്റിംഗ് ഉണ്ട്. ഇവിടെ 2-3 ലോഞ്ച് ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ലോഞ്ച് ഇതാണ്, ഈ കോറൽ ലോഞ്ച്. ഇതിൻ്റെ വേറെന്തോ ഒരു പേരും കൂടി ഉണ്ട്, എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇവിടെ കണ്ടില്ലേ നിറയെ സാലഡ്സ്. ഇതെല്ലാ ലോഞ്ചിലും ഉണ്ട്. ഇവിടെയും മനോഹരമായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് പറയത്തക്കത് ആയിട്ട് എൻ്റെ ശ്രദ്ധയിലൊന്നും പെട്ടില്ല. പക്ഷേ ഇവർക്ക് ഏത് ലോഞ്ചിൽ പോയാലും നമുക്കറിയാം പന്നി മിക്സ് ചെയ്തിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫ്ലൈറ്റ് കയറി വീണ്ടും കംബോഡിയയിലേക്ക് പോവുകയാണ്. ഫ്ലൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂർ പറന്ന ശേഷം ഞങ്ങൾ വീണ്ടും ലാൻഡ് ചെയ്ത് ഇപ്പോൾ ഇനി കംബോഡിയയിലെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. എല്ലാവരും നല്ല ത്രില്ലിലാണ്. പക്ഷെ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ, ഭയങ്കരമായിട്ടുള്ള വെയിലാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇറങ്ങി സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പുറത്ത് നമ്മളെ വണ്ടി കാത്തിരിക്കുന്നുണ്ട്. കംബോഡിയയിൽ നമ്മൾ ഇറങ്ങി ആദ്യത്തെ ഇമ്പ്രഷൻ തന്നെ ബസ്സില്ല എന്നുള്ളൊരു പരാതിയാണ് നമ്മളെ രജീഷ് ജിക്കുള്ളത്. എന്ത് ചെയ്യാനാ, ചെറിയൊരു രാജ്യമായതുകൊണ്ട് അതിൻ്റെ പോരായ്മകൾ ഉണ്ടാവും. പക്ഷേ എന്തൊക്കെയായാലും ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കുഞ്ഞ് എയർപോർട്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇമിഗ്രേഷനൊക്കെ വേണ്ടിയിട്ട് പുറത്ത് കിടക്കുകയാണ്. ലഗേജൊക്കെ സ്വാഭാവികമായിട്ട് അവിടെ വരുമല്ലോ. അങ്ങനെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായ ആളും ബഹളവും എന്നൊന്നും പറയാനില്ല. ഒരു കുഞ്ഞു എയർപോർട്ടാണ്. അപ്പോൾ എയർപോർട്ടിൽ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് അവിടെ ചെറിയ ഒരു പ്രൊസീജിയർ ഉള്ളായിരുന്നെങ്കിലും അവർക്ക് കുറച്ച് പൈസയൊക്കെ കൊടുക്കേണ്ടി വന്നു വെറുതെ ചുമ്മാ. ഏതായാലും വേറൊരു രാജ്യത്തിലെത്തിയ സ്ഥിതിക്ക് നമ്മൾ അവിടെ ഒരു കച്ചറക്കൊന്നും നിന്നില്ല. കാര്യങ്ങൾ നമ്മളെ കണ്ടില്ലേ, മനോഹരമായ നമ്മളുടെ ഡ്രൈവറാണിത്, ഭയങ്കര സഹകരണമാണ്. അപ്പോൾ ഇയാളെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ഏതൊരു രാജ്യത്ത് പോയാലും ആദ്യം കാണുന്ന ആളെ നമ്മൾ സ്വാഭാവികമായിട്ട് ആ രാജ്യക്കാർ ഫുള്ള് അങ്ങനെയാണെന്ന് കരുതുമല്ലോ. അപ്പോൾ ഈ ഡ്രൈവർ നല്ല സഹകരണമായിരുന്നു. ഒരു അടിപൊളി വാഹനമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇനി ഇതിലേക്ക് കയറുകയാണ്. എല്ലാവരും നല്ല കംഫർട്ടായിരുന്നു. ഭയങ്കര രസകരമായിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തൊക്കെ ഭയങ്കര വെയിലാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പുറത്ത് ഭയങ്കര വെയിലാണ്. ഇവിടുത്തെ ഒരു റോഡൊക്കെ നോക്കിയാൽ നമ്മളൊക്കെ അതേ നാട്ടിലുള്ളതൊക്കെ പോലെ, പക്ഷെ കുറച്ച് നല്ല തിരക്കൊന്നും ഇല്ലെങ്കിലും വേണ്ട രീതിയിൽ ഒരു അതിമനോഹരമായിട്ട് താറിങ്ങൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ട് തന്നെയാണ് കൊണ്ട് നടക്കുന്നത്. ഡ്രൈവർ അതിൻ്റെ ഇടയിൽ കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞു, പക്ഷെ നമുക്കത് മനസ്സിലായില്ല. എന്നാലും ഞങ്ങളതൊക്കെ ചിരിച്ചു കൊടുത്ത് ഡീൽ ചെയ്ത് പോകുന്നുണ്ട്. നമുക്കത് കൃത്യമായിട്ട് അറിയണോണ്ടേ. ഇവിടെ കണ്ടോ ഒരുപാട് മനോഹരമായ വാഹനങ്ങളൊക്കെ പ്രത്യേക ടൈപ്പ് ഇവിടെ ഉണ്ട്. അതൊക്കെ നമുക്കിനി കാണാൻ പോകുന്നതേ ഉള്ളൂ.
അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് എത്താൻ പോവാണ്. ഇതാ ഇവിടെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ റൂം എത്തി എന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ആ നേരെ കാണുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് നമ്മളുടെ ഹോട്ടൽ. അങ്ങനെ ഞങ്ങൾ പാർക്ക് ചെയ്തു. ഇവിടുന്ന് ലഗേജുകളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ബിൻഷൊക്കെ ഭയങ്കര റിസ്ക്കിലാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഞാൻ പിന്നെ അതുകൊണ്ട് ഓടിച്ചാടി പുറത്തിറങ്ങി. കംബോഡിയയിലെ നമ്മൾ ആദ്യത്തെ ദിവസം സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഹോട്ടലിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോണത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതോടൊപ്പം തന്നെ കുറച്ച് അടുത്ത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസൊക്കെ ഇവിടെ കുറച്ച് അടുത്തുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ രജീഷ് ജിയും അനൂപൊക്കെ ബാഗൊക്കെ എടുത്ത് പോവുകയാണ്. സവാബും ബിൻഷും നേരത്തെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സ്റ്റേ എങ്ങനെയുണ്ട് എന്നുള്ളത് വളരെ ആകാംക്ഷയോടെ ഞങ്ങൾ പോവുകയാണ്. വിദേശികളൊക്കെ ഇവിടെയും വരുന്നുണ്ട് കേട്ടോ. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. ചെറിയൊരു രാജ്യമാണെങ്കിലും ഒരുപാട് വിദേശികളൊക്കെ ഇവിടെ നമുക്ക് കാണാം. പിന്നെ മുറ്റം മനോഹരമായിട്ടുണ്ട്, ഗാർഡനൊക്കെ അടിപൊളിയാണ്. ഇവിടെയൊക്കെ വിദേശികൾ ഞാൻ പറഞ്ഞില്ലേ, അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കയറാൻ പോവാണ്. ഇവിടെ നല്ല ആതിഥ്യ മര്യാദകളാണ്. നമുക്ക് വന്ന സമയത്ത് ഡ്രൈവർ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറി. ഇനി നമ്മൾ ഹോട്ടലിലേക്ക് വരുമ്പോൾ കണ്ടോ ഡോറൊക്കെ തുറന്നു വരുന്നുണ്ട്. ഇവിടെ ഇതാണ് നമ്മളെ റിസപ്ഷനിസ്റ്റ്. ഒരു നമസ്കാരമൊക്കെ തന്നു. വളരെ നല്ല വിനയത്തോട് കൂടിയിട്ടാണ് ഇതുവരെ ആളുകളൊക്കെ നമ്മളോട് പെരുമാറുന്നതായിട്ട് കണ്ടത്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. വെരി നൈസ്. ഇത് സ്നേഹത്തോടെ തന്നുകൊണ്ട് ഇത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ടേസ്റ്റ് വേറൊരു രൂപമാണ്. അത് നമുക്ക് ക്യാമറയിൽ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നമ്മൾ വെൽക്കം ചെയ്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. നമ്മൾ ആ ഒരു വെൽക്കം സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ ഒരു രൂപത്തിൽ നമ്മൾ ഈ ഒരു വെള്ളം കുടിക്കുമ്പോൾ എക്സ്പ്രഷൻ ഇടണം എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ പണ ഇടപാടിലേക്കൊക്കെ അടുക്കുകയാണ്. ഇവിടെ ഭയങ്കര രസമാട്ടോ. $1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 40,000 റീലാണ്. റീൽ എന്നാണ് ഇവിടുത്തെ ഡോളറിന്, ഇവിടുത്തെ ഈ കറൻസിക്ക് പറയാം, റീല്. അപ്പം അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യാസമാണിത്. ഇപ്പം നമ്മളെ ഇന്ത്യൻ രൂപ $1 കൊടുത്തു കഴിഞ്ഞാൽ 21 പൈസ കൊടുത്താൽ പോലെ $1 ഒരു റീല് കിട്ടും. 21 പൈസ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒന്ന് നോക്കണം. ഞാൻ നോക്കിയാൽ പുറത്തിറങ്ങി. ഞങ്ങൾ പുറത്ത് ഇറങ്ങിയപ്പോഴുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മാർക്കറ്റൊക്കെ ഒന്ന് സന്ദർശിക്കാൻ കരുതിയാണ്. ഇവിടെ കണ്ടോ, ബൈക്കാണിത്. സംഭവം ഇതൊരു ബൈക്കാണ്. നമ്മളെ നാട്ടിലെ ഓട്ടോറിക്ഷ പോലത്തെ ഇവിടെ സഞ്ചാരികളെ കൊണ്ടുപോകുന്ന ഒരു വാഹനമാണിത്. ഇതൊക്കെ ഓട്ടോയും ഉണ്ട് കേട്ടോ. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു കംബോഡിയൻ തെരുവോരങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങളെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടുന്ന് പുറത്ത് നമ്മൾ എന്തായാലും പുറം കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുമല്ലോ. അങ്ങനെ വൈകുന്നേര സമയങ്ങളിൽ നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടുത്തെ വാഹനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഇത് കണ്ടോ, ഇവർ ഈ ബാക്കിൽ കാണുന്ന വാഹനം കണ്ടോ, അത് ചെറിയ പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചുറ്റി ഈ ഒരു ടൗണൊക്കെ ചുറ്റി സഞ്ചരിപ്പിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ഹായ്, നോട്ട് നൗ, ലേറ്റർ ജസ്റ്റ് താങ്ക് യു. Our special place, Riverside Lotus Park for video. ഒരു രക്ഷയില്ല. ഇവരെന്നെ കണ്ടിട്ട് വിടില്ല എന്നാണ് തോന്നുന്നത്. എന്തോ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ സവാബ് കണ്ടോ, ഭയങ്കര ദേശത്തിലാണ്. അവനെ അവിടെ പോയിട്ട് എന്തോ കഴിക്കണ്ട്. KFCൻ്റെ ആശാനാണ് ആള്. ഇവിടെ മക്ഡൊണാൾഡൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. ഇയാൾ വിടുന്നില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഒരു മിനിറ്റ്, ഞാൻ പോരാം. No, around town maybe around 1 hour, 2 hours to see the countryside. Lotus Park. You know the Lotus Park? We just waited today. We'll go tomorrow. Just want to see here.
Go tomorrow. Tomorrow. Yeah. Oh, tomorrow where stay? ഒരുവിധം പറഞ്ഞൊപ്പിച്ച് അവിടുന്ന് പോകുന്നു കേട്ടോ. ഇനി നോക്കിയേ ഇവിടെ, ഇതാണ് ഇവിടുത്തെ ഒരു മാർക്കറ്റ്. ഈ റോഡ് സൈഡിലൂടെ കണ്ടോ, ഇത് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ പൈനാപ്പിളുകൾ ഒരു ഭാഗത്തുണ്ട്. ഉപ്പിലിട്ടത് ഏത് രാജ്യത്തിൽ പോയാലും അവിടുത്തെ ആളുകൾക്കൊക്കെ ഒരാഗ്രഹമാണ്. ഇത് കരിമ്പാണ് കേട്ടോ. കരിമ്പ് കുറച്ചും കൂടിയും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ കുത്തിച്ചാരി വെക്കണ സംവിധാനമൊക്കെ മാറ്റിയിട്ടേ. പിന്നെ ഇത് ഇവിടെ കടുക്കിയൊക്കെ പോലത്തെ ഒരു സാധനമാണ്. ഇതിൻ്റെ പേരൊന്നും കൂടുതലായിട്ട് വല്ലാതെ ആരോടും ചോദിച്ചില്ല, കാരണം ഇവിടെ ഉള്ള ആളുകൾക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ വല്ലാതെ നമ്മൾ മസിലെടുത്തില്ല. പിന്നെ കോഴിമുട്ട ഒക്കെ പുഴുങ്ങിയത് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഈ വണ്ടികളൊക്കെ നോക്കിയാൽ ഒരു പ്രത്യേക ഷേപ്പല്ലേ, ഇങ്ങനത്തെ നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഷേപ്പൊന്നുമല്ല. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ടോ, ഇവിടെ എവിടെ നോക്കിയാലും ഈ മോട്ടോർ സൈക്കിള് നമുക്ക് റെൻറ്റിന് കിട്ടും. പക്ഷെ നമ്മൾ ഈ റിസ്ക് എടുക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് കാൽവണ്ടി തന്നെയാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നടന്ന് പോകണം. പിന്നെ ഇവിടെ സൈക്കിളും ഉണ്ട്. ഇനി ബൈക്ക് പറ്റാത്തവർക്ക് സൈക്കിളും വാടകയ്ക്ക് കിട്ടും. കണ്ടോ, എവിടെ പോയാലും ബൈസിക്കിൾ ഫോർ റെൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവരുടെ കറൻസിനെക്കാട്ടിലും കൂടുതൽ ഇവിടെ ഡോളറാണ് വിനിമയം നടക്കുന്നത്. സായിപ്പന്മാരെ US ഡോളർ, അതാണ് ഇവിടെ കാര്യമായിട്ട്. എവിടെ ഏത് ഷോപ്പിലും US ഡോളർ എടുക്കും, വേറൊരു സാധനം എടുക്കില്ല. ഇവരെ തൊട്ടടുത്തുള്ള രാജ്യമാണ് കംബോഡിയയിൽ നിന്ന് നമ്മൾ നേരെ പോണ വിയറ്റ്നാമിലേക്കാണ്. അപ്പോൾ വിയറ്റ്നാമിലെ ഒരു രൂപ പോലും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പോവാണ്. റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് കടക്കണം. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ, ഈ മധ്യേഷ്യയിലെ മുണ്ട ഖാസി ഗോത്രങ്ങളോട് സാദൃശ്യമുള്ള ഒരു ഗോത്രമാണ് ഖമർ. ആര്യന്മാരുടെ വരവോടെ ഇന്തോ ചൈന ഭൂപ്രദേശത്തേക്ക് കുടിയേറി പാർക്കാൻ നിർബന്ധിതരായവരാണ് എന്ന അഭിപ്രായമുണ്ട്. ദക്ഷിണപൂർവേഷ്യൻ ഭാഷാ കുടുംബത്തിൽപ്പെടുന്ന ഖമർ ഭാഷയാണ് ഇവരുടേത്. ഏതാണ്ട് വിശന്ന് കുടല് കരിയണ ഒരു സമയമാണിപ്പോൾ. എന്തായാലും ഗൂഗിൾ മാപ്പിൽ KFC നോക്കിയിട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്നുണ്ടെന്ന് തോന്നുന്നു, ആ ചുവപ്പ് കാണുന്നതാണ് KFC. ഇവിടെയൊക്കെ നോക്കി, ഇവിടെയൊക്കെ ഒരു കണ്ടോ, ബിൻഷൊക്കെ ആകെ ക്ഷീണിച്ചാണ് വിശന്നിട്ടേ, ഒന്നും പറയാല്ല. ഏതായാലും KFC കണ്ട സന്തോഷത്തിൽ സവാബ് വേഗം പോവാണ്. സവാബിൻ്റെ ബാക്കിൽ ഞങ്ങൾ അണിയണിയായിട്ട് പോവാണ്. ഇതാണ് KFC. ഈ KFC, മക്ഡൊണാൾഡ് ഇതൊക്കെ പല രാജ്യങ്ങളിലും ഉള്ളത് കൊണ്ടാണ് ശരിക്ക് വിശപ്പടക്കി പോകാൻ കഴിയുന്നത്. കാരണം ഓരോ രാജ്യത്ത് പോയാലും അവിടുത്തെ ഫുഡ് നമുക്ക് അങ്ങോട്ട് ദഹിക്കില്ല. ഏതായാലും ഇവിടെ നല്ലൊരു സ്വീകരണത്തോട് കൂടിയിട്ട് KFCയിലേക്ക് കയറുകയാണ്. ഇനി നോക്കാം ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണ്. ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമുണ്ട്, ചില എണ്ണകളൊന്നും വ്യത്യസ്ത ആയിരിക്കും. നമുക്ക് കരുതിയ ഒരു ടേസ്റ്റ് ആയിരിക്കണം എന്നില്ല കിട്ടും. 2500 രൂപ കൊടുത്തുകൊണ്ടാണ് നമ്മളിത് വാങ്ങിച്ചത്. ഡോളേഴ്സാണ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ കാർഡുകളൊന്നും എടുക്കണില്ല എന്നുള്ള നഗ്ന സത്യമാണ്. വിശപ്പൊക്കെ ഒന്ന് മാറിയപ്പോഴാണ് ശരിക്കൊന്ന് കണ്ണ് കാണുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നും ആയിട്ടില്ല കേട്ടോ. എന്നാലും വിശപ്പ് മാറാൻ ഓക്കെയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ആ ഒരു തെരുവോരങ്ങളിലെ കാഴ്ചകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായ തിരക്കൊന്നുമില്ല കേട്ടോ. റോഡൊക്കെ ഒരു കാലി എന്ന് തന്നെ പറയാം. ഇതൊക്കെ നമ്മളെ റംബുട്ടാൻ, നമ്മളെ നാട്ടിലുള്ള എല്ലാ പഴങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടെന്ന് പറയത്തക്കതായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഇന്ന് ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ ഭരണിയിലിട്ട് വെക്കുന്നതിന് പകരം ഇവരിങ്ങനെ ഒരു ഗ്ലാസിൻ്റെ കൂടിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ സ്ത്രീകളാണ് കേട്ടോ ഒട്ടുമിക്ക സമയത്തും പുറത്തൊക്കെ. ഇതിവിടുത്തെ വേറൊരു ഐറ്റംസാണ്. നമ്മളെയൊക്കെ പഴം ഉണ്ടല്ലോ, നാട്ടിലെ പഴം ബായക്ക, ഈ ഒരു പഴം ഇവിടെ അങ്ങനെ ചുട്ട് വെച്ചതാണ്. ഇനി ഇങ്ങനെ നോക്കി ഇവിടെയൊക്കെ അൽഫാം പോലത്തെ വേറെ സാധനങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ആ ഒരു കാര്യത്തിൽ ചിലതൊക്കെ വൃത്തിക്കുറവുണ്ട്. റോഡിൽ നിന്ന് അടിക്കുന്ന പൊടികളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ ഇവിടെ മീൻ, ഉണക്കമീൻ പോലത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പക്ഷെ ഇവിടുത്തെ സ്മെല്ലൊന്നും നമുക്ക് വല്ലാതെ ഇഷ്ടപ്പെടില്ല.
പിന്നെ അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണിത്. ഇവിടെ പേരിന് മാത്രം രാജാധികാരമുള്ള ഒരു ജനാധിപത്യ ഭരണ സംവിധാനമാണ് കംബോഡിയയിലുള്ളത്. ഭരണഘടനാപരമായി ചുരുക്കം ചില ചുമതലകൾ മാത്രമുള്ള രാജാവാണ് രാജ്യത്തിൻ്റെ തലവൻ. എന്നാലും പ്രധാനമന്ത്രി തന്നെയാണ് കംബോഡിയയിലെ ഒരു പ്രധാന അധികാര കേന്ദ്രം എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അങ്ങനെ ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടുത്തെ കംബോഡിയയിലെ ഏറ്റവും മനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇവിടുത്തെ ഒരു ഗ്രാമീണ ഭംഗി എന്നൊക്കെ നമുക്ക് പറയാം. കാരണം എന്താ പറയുക, ഇവിടെ ആ ഒരു ഏരിയയിൽ ഫ്ലോട്ടിംഗ് വില്ലേജ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഫ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, അത് പൊങ്ങി നിൽക്കുകയായിരിക്കും. ഇവിടെ നോക്കിയേ, ഈ കണ്ടോ വലിയ തിരക്കൊന്നും ഈ റോഡിലില്ല. പക്ഷേ റോഡിൻ്റെ സൈഡുകളിലൂടെയൊക്കെ കൃഷിക്ക് അനുയോജ്യമായ ഇതൊക്കെ കണ്ടില്ലേ, ഒരു പാലക്കാടൻ ഗ്രാമീണ ഭംഗി എന്നൊക്കെ പറയാം. ആ ഒരു ഫീലില്ലേ, ഒരു തമിഴ് സെറ്റപ്പൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും. അപ്പോൾ നമ്മളിവിടെ പോകുന്ന എവിടെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകത എന്താ വെച്ചാൽ അതൊക്കെ ഒരു ഗ്രാമീണ ഭംഗി തന്നെയാണ്. ആ വെള്ളത്തിലിങ്ങനെ പൊങ്ങി നിൽക്കുന്ന വീടുകളാണ്. എന്ന് വെച്ചാൽ താഴേക്ക് ഫുള്ള് തൂണിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. മഴക്കാലത്ത് ഫുള്ള് വെള്ളമായിരിക്കും, അപ്പോൾ അടി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം മുകളിലാണ് ആളുകൾക്ക് താമസിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഡ്രൈവർക്ക് നല്ല വഴികളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോഴാണ് റോഡൊക്കെ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങോട്ടൊരു ദുർഘടമായ യാത്രയിലേക്കാണോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ട്. എന്തായാലും ഡ്രൈവർ തലയാട്ടി സമ്മതിച്ച് ഇങ്ങനെ പോവുകയാണ്. നമ്മൾ ഇതിലാണ് സാധാരണ അങ്ങോട്ട് പോകുന്ന ഒരു വഴി കേട്ടോ. അപ്പോൾ അതിൽ അയാളിങ്ങനെ പോവുകയാണ്. പോകുന്ന വഴി വീണ്ടും കൺഫ്യൂഷൻസ് ആയിട്ടുണ്ട്. മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റോഡിൽ കണ്ടോ, റോഡിൽ അവിടെ നോക്കിയേ, ശരിക്കും നോക്കിയേ, എന്തോ നിൽക്കണതെന്ന് കണ്ടില്ലേ. ഇപ്പോഴാണ് മനസ്സിലായത് റോഡ് ബ്ലോക്കാണ് എന്ന്. അപ്പം റോഡ് ബ്ലോക്കായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് എന്തായാലും പോകാൻ പറ്റില്ല. അവിടെ ഓരോ പണി നടക്കുകയാണ്. അങ്ങനെ ഡ്രൈവർ ഇറങ്ങി ഇവിടുത്തെ കാര്യങ്ങളൊന്ന് അന്വേഷിക്കാൻ കരുതിയിട്ടാണ് മൂപ്പര് ഇറങ്ങിയിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. ആ കൂട്ടത്തിൽ ഒന്ന് രണ്ടാളോട് ഞങ്ങളും അറിയാവുന്ന ഭാഷയിലൊക്കെ ഓരോന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കറിയാൻ പറ്റുന്ന കാര്യം അവരും പറഞ്ഞു. അങ്ങനെ വളരെ ആകാംക്ഷയിലാണ് കേട്ടോ നമ്മളൊക്കെ നിൽക്കുന്നത്. കാരണം ആ ഒരു ഫ്ലോട്ടിംഗ് വില്ലേജിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബോട്ടിലൂടെ സഞ്ചരിച്ച് നമ്മൾ നേരെ ചെന്നെത്തുന്നത് കണ്ണെത്താ ദൂരത്തോളം വിശാലമായ ഒരു തടാകത്തിലേക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകതകളാണ് ഇനി അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ കാത്തിരിക്കുന്നത്. വീണ്ടും കാത്തിരുന്ന് കാണുക.